നമസ്കാരം. ഭൂമിയുടെ 70% വരുന്ന സമുദ്രം നിരവധി അത്ഭുത രഹസ്യങ്ങളുടെ കലവറയാണ്. ഇനിയും ചുരുളഴിയാത്ത ആ രഹസ്യങ്ങൾ തേടുന്നതിനായുള്ള ഗവേഷണങ്ങൾ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്നു വരികയാണ്. അതിനിടെ ഇതാ സമുദ്ര ഗവേഷണത്തിനും നിരീക്ഷണ ദൗത്യങ്ങൾക്കുമായി അതിനൂതനമായ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് ടെലിഡൈൻ മറൈൻ എന്ന അമേരിക്കൻ സാങ്കേതിക കമ്പനി. റട്ഗേഴ്സ് ഗവേഷണ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്ര സംഘത്തിന്റെ പിന്തുണയോടെയാണ് ഈ സ്ഥാപനം അതിനൂതന കണ്ടുപിടുത്തം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിലൂടെ ലോകം ചുറ്റാൻ കഴിവുള്ള ആദ്യ സ്വയം നിയന്ത്രിത റോബോട്ടിക് അന്തർവാഹിനിക്കാണ് ഇവർ രൂപം നൽകിയിരിക്കുന്നത്. റെഡ്വിംഗ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്ലോക്കം സെന്റിനൽ ഗ്ലൈഡർ അഥവാ അടുത്ത തലമുറ ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ഉപയോഗപ്പെടുത്തി ലോകം മുഴുവൻ ചുറ്റിയുള്ള ഒരു ചരിത്ര പര്യവേക്ഷണ യാത്രയ്ക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഏകദേശം 45,000 മൈൽ ദൈർഘ്യമുള്ള പര്യവേക്ഷണ യാത്രയ്ക്കാണ് അങ്ങനെ തുടക്കമായിരിക്കുന്നത്. മനുഷ്യ സഹായമില്ലാതെ സമുദ്രാന്തർഭാഗത്തെ ഡാറ്റ ശേഖരിക്കുന്ന ചരിത്ര ദൗത്യമാണ് ഇതിലൂടെ ഫലമണിയുന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 10-11 തീയതികളിലായാണ് ഈ ചരിത്ര ദൗത്യത്തിന് തുടക്കമായത്. അമേരിക്കയിലെ വുഡ്സ് ഹോൾ ഓഷ്യനോഗ്രാഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ ദൗത്യത്തിന്റെ ഉദ്ഘാടനം നടത്തപ്പെട്ടത്. അറ്റ്ലാന്റിക് ഓഷ്യൻ ഭാഗത്തു നിന്നും ആരംഭിച്ച ഈ ലോക പര്യടന ഗവേഷണ യാത്ര വ്യത്യസ്ത സമുദ്രഭാഗങ്ങളിലൂടെ കടന്നുപോയി 5 വർഷത്തിനുള്ളിലാകും പൂർത്തീകരിക്കപ്പെടുക. ഗവേഷണ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റെഡ്വിംഗ് സ്ലോക്കം സെന്റിനൽ ഗ്ലൈഡർ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച ഇടത്തു തന്നെ തിരികെ എത്തിച്ചേരും. റട്ഗേഴ്സ് ഗവേഷണ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്ര സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു സമുദ്ര പര്യവേക്ഷണ ദൗത്യത്തിന് തുടക്കമായിരിക്കുന്നത്. ഈ സമുദ്ര ഗവേഷണത്തിനായി NOAA, UN, ഓഷ്യൻ ഡെക്കേഡ്, മറൈൻ ടെക്നോളജി സൊസൈറ്റി തുടങ്ങിയ ആഗോള സംഘടനകളുടെ സഹകരണവുമുണ്ട്. സെന്റിനൽ മിഷൻ എന്നാണ് അത്യാധുനിക സാങ്കേതിക വിദ്യയും ഗവേഷണ മികവും ഒന്നിക്കുന്ന ഈ ദൗത്യത്തിന് പേര് നൽകിയിരിക്കുന്നത്. 1519, 1522 കാലഘട്ടത്തിൽ ഫെർഡിനാൻഡ് മഗല്ലൻ നടത്തിയ ചരിത്ര ലോക പര്യടനത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് റെഡ്വിംഗ് എന്ന അടുത്ത തലമുറ ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ സമുദ്ര പര്യവേക്ഷണ ദൗത്യം നടത്തുന്നത്. 45,000 മൈൽ ദൈർഘ്യമുള്ള ഈ ഗവേഷണ പദ്ധതി ഗ്ലൈഡറിന്റെ കരുത്തുറ്റ രൂപകൽപ്പനയ്ക്കും പ്രവർത്തനശേഷിക്കുമാണ് അടിവരയിടുന്നത്. 3280 അടി ആഴത്തിൽ മുങ്ങാൻ കഴിവുള്ള റെഡ്വിങ്ങിന് പരമ്പരാഗത ഗവേഷണ സംവിധാനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സമുദ്രത്തിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ശേഷിയുണ്ട്. ഉപരിതലത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ ഈ ഗ്ലൈഡർ ശേഖരിച്ച ഡാറ്റ ഉപഗ്രഹങ്ങളിലേക്ക് കൈമാറും. ഇങ്ങനെ ഗവേഷകർക്ക് തത്സമയം പര്യവേക്ഷണ വിവരങ്ങൾ ലഭ്യമാകും. ഇത്തരത്തിൽ ഓരോ 12 മണിക്കൂറിലും ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താൻ റെഡ്വിങ്ങിനാകും. ഈ അണ്ടർ വാട്ടർ ഗ്ലൈഡർ പ്രവർത്തിക്കുന്നത് പ്രൊപ്പല്ലർ ഉപയോഗിച്ചല്ല, മറിച്ച് താഴ്ചയും ഉയർച്ചയും നിയന്ത്രിച്ച് ചിറകുകളുടെ സഹായത്തോടെ സിക്സാക് രീതിയിലാണ് ഈ അന്തർവാഹിനി പ്രവർത്തിക്കുക. സാധാരണ സ്ലോക്കം ഗ്ലൈഡറുകളേക്കാൾ 3.5 മടങ്ങിലധികം ബാറ്ററി ശേഷി റെഡ്വിങ്ങിനുണ്ട്. 8 അടി നീളവും 13 ഇഞ്ച് വ്യാസവുമുള്ള ഈ അതിനൂതന സംവിധാനത്തിൽ ഒട്ടേറെ സെൻസറുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരേ സമയം 8 വരെ വ്യത്യസ്ത ശാസ്ത്രീയ സെൻസറുകൾ ഇതിൽ ഘടിപ്പിക്കാനാകും. ശക്തമായ കടൽ പ്രവാഹത്തിലും ദിശ തെറ്റാതെ സഞ്ചരിക്കാൻ ഇതിലെ ഡ്യുവൽ ത്രസ്റ്ററുകൾ സഹായകമാകുന്നു. ഇതിന്റെ പരമാവധി വേഗത ഏകദേശം 3.5 നോട്ട്സ് ആണ്. കാലാവസ്ഥാ പഠനങ്ങൾ, കടൽ ജല താപനില, ജലത്തിന്റെ ഉപ്പിന്റെ അളവ്, ഓക്സിജൻ എന്നിവ അളക്കാൻ ഈ സ്ലോക്കം സെന്റിനൽ ഗ്ലൈഡർ ഉപയോഗപ്പെടുത്താനാകും. അതുപോലെ തന്നെ സമുദ്ര ജീവജാലങ്ങളെ കുറിച്ചുള്ള പഠനത്തിനും മത്സ്യബന്ധന ഗവേഷണത്തിനും സമുദ്ര മലിനീകരണ നിരീക്ഷണത്തിനുമെല്ലാം ഈ അതിനൂതന സംവിധാനം പ്രയോജനപ്പെടുത്താനാകും. ഒപ്പം സുരക്ഷയും പ്രതിരോധവുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾക്കായും ഈ സംവിധാനം ഉപകാരപ്രദമാകും. ഇങ്ങനെ സമുദ്രാന്തർഭാഗത്ത് ഇനിയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത നിഗൂഢ രഹസ്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ റെഡ്വിംഗ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളിനാകുമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലൂടെ സമുദ്ര ഗവേഷണത്തിലെ പുതു അധ്യായമാണ് തുറക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.